ബോഡി ഷേമിങ് പല ടൈപ്പ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഹൈറ്റിന്റെ പേരിലാട്ടാ. ഹൈറ്റ് കൂടുതൽ, അതാണ് എനിക്ക് അവർ കണ്ടുപിടിച്ച പ്രശ്നം. ഹൈസ്കൂളൊക്കെ വരെയുള്ള ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇല്ലായിരുന്നു എന്നല്ല, പക്ഷെ കുറെയൊക്കെ ബോധമുള്ള പിള്ളേരായിരുന്നു പിന്നെ കൂടെ പഠിച്ചത്. പിന്നെ പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റിയും കാണിക്കുമല്ലോ. എന്തൊക്കെ ചെയ്താലും ഒരു 1% കീടാന് പോവില്ല എന്നൊക്കെ പറയണ പോലെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കാൻ. കൂടുതലും കളിയാക്കിക്കൊണ്ടിരുന്നത് ഹൈറ്റ് അത്യാവശ്യം കുറവുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, വെയിറ്റ് കൂടിയവർക്ക് അത് കുറയ്ക്കാൻ പറ്റും, കുറഞ്ഞവർക്ക് അത് കൂട്ടാൻ പറ്റും, ഹൈറ്റ് കുറവുള്ളവർക്ക് അത് ശ്രമിക്കാനെങ്കിലും പറ്റും. പക്ഷേ ഹൈറ്റ് കൂടിയവർ എന്ത് ചെയ്യാ? ഞാൻ ആ സമയത്ത് കുറെ ഗൂഗിൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണെങ്കിലും വലുതായി വന്നപ്പോൾ എനിക്ക് ഹൈറ്റിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് പ്ലസ് പോയിന്റ്സ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതൊരു സ്പോർട്ട് ആയിട്ടാണെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ആളത് വിൻ ചെയ്താൽ അത് ആളുടെ കഴിവാണ്, ഹൈറ്റ് കൂടിയ ആളെ ജയിക്കുന്നതുണ്ടെങ്കിൽ അത് ആളുടെ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ പണ്ടൊട്ടേ കേൾക്കുന്നത്. ഇതൊക്കെ ഭയങ്കര നോർമലാണ്, ബയോളജിക്കൽ പ്രോസസ്സാണ്, വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സും മുതിർന്നവരും വരെ എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നിയിട്ടുണ്ട്. ഇതെന്തായാലും എൻ്റെ വലിയൊരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ബോഡി ഷെയിം ചെയ്യുന്നവരെ കണ്ണിന് വരെ കണ്ടുകൂടാ.